കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു വീടിൻ്റെ ഗ്രില്ലിൻ്റെ വർക്കാണ്. ആ ഗ്രില്ലിനകത്ത് വെക്കുന്ന ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള വർക്ക് പണിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ട് ഞാൻ ഈ വളച്ചിരിക്കുന്ന ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുക്കാലുകാരൻ്റെ ഫ്ലാറ്റ് ഒരെണ്ണം എടുക്കണം. എടുത്തിട്ട് അതൊരു 2 അടി നീളത്തിന് മുറിച്ചിട്ട് അത് നമ്മുടെ ഒരു ലിവർ എടുത്ത് വെച്ച് നമ്മളത് വളയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ രീതിയിലാണ് നമ്മുടെ സാധാരണ ഇതിൻ്റെ പേര്, ഈ ഡിസൈൻ്റെ പേരെന്ന് പറയുന്നത് ശീമാട്ടി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. ആ ഒരെണ്ണം വളച്ച് കഴിഞ്ഞ ശേഷം അതിന് മണ്ടയ്ക്കൊന്ന് വെച്ച് നോക്കണം, അത് കറക്റ്റാണെന്ന്. ഏകദേശം കറക്റ്റായി. ഇപ്പം ഒരു തല നമ്മൾ വളച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അടുത്ത 2ാമത്തെ തല നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുകയാണ്. കൊണ്ട് ഇപ്പോൾ നമ്മുടെ ആ ശീമാട്ടി ഏകദേശം വളച്ചെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ മേളത്തെ ആ തലയിലകത്ത് ചെറുതായിട്ടൊന്ന് കുനിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും ശരിയായി. ഇപ്പോൾ ഏകദേശം നമ്മളാണെങ്കിൽ ആ ഡിസൈൻ എല്ലാം വളച്ച് തീർന്നിട്ടുണ്ട്. ഏകദേശം ആ ഒരു ഗ്രില്ലിന് വേണ്ടി ഇത് 400 പീസ് നമുക്ക് വേണമായിരുന്നു. ആ 400 പീസ് നമ്മൾ വളച്ചെല്ലാം തീർന്നിരിക്കുക. നമ്മൾ ഏകദേശം ഒരു 400 ഡിസൈൻ ഉണ്ടായിരുന്നു. ശീമാട്ടി എന്ന് പറഞ്ഞാൽ 400 എണ്ണം ഉണ്ടായിരുന്നു. ആ 400 പീസും വളച്ച് തീർന്നിരിക്കുകയാണ്. ആ പീസ് നമുക്ക്, ഈ 400 പീസും നമുക്ക് ആ ഒരു ഗ്രില്ലിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് ആ വീഡിയോയിലൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്രില്ല് ചെയ്യുമ്പം ഡിസൈനിൻ്റെ പണികൾ അല്ലെങ്കിൽ വർക്കുകളൊക്കെ നമ്മളിങ്ങനെ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ആ ഡിസൈനെല്ലാം നമ്മൾ ആ കോളത്തിനകത്ത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞ ശേഷം അതെല്ലാം നമ്മൾ സ്പോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്പോട്ടിംഗ് ആണ്. ആ ഡിസൈനെല്ലാം നമ്മൾ സ്പോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ ഗ്രില്ലിനകത്ത് വെക്കുന്ന ആ ഡിസൈൻ ഏകദേശം പകുതി മുക്കാലും നമ്മുടെ അതിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സെറ്റിങ് ഏകദേശം മൊത്തം തീരാറായി. ഇനിയിപ്പോൾ 3, 4, 5 പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രില്ലിനകത്തെ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യും.
തീർന്നെന്ന് പറയാൻ തീർന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെയും എല്ലാവർക്കും എൻ്റെ ബൈ.